ഹലോ അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിന് സുഖമാണ്, അൽഹംദുലില്ലാ. അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്ന് രാത്രിക്കത്തൊരു ഫുഡാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടത് തക്കാളി, ഉള്ളി, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചതാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പയ്യോളി ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ട്, പയ്യോളി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല ആക്കി വെച്ചിന് കേട്ടോ. ഉള്ളിയും തക്കാളിയും കരിവേപ്പിൻ്റെ എല്ലാം നല്ല വാട്ടണം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്ന മുളകും പെരുംജീരകവും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇടണം കേട്ടോ. ചുവന്ന മുളകും കൂടി ചതച്ചെടുത്തതാണ്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇട്ടിട്ടോ. നന്നായിട്ട് വാട്ടണം. നമ്മൾ കറിക്ക് നന്നായിട്ട് വാട്ടിയാലേ നല്ല രുചി ഉണ്ടാവുള്ളൂ കേട്ടോ. മൂടി വെച്ചിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കും. നന്നായി വാട്ടിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ചിക്കൻ മസാല ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഗരം മസാല ഇട്ട് കൊടുക്കുന്നില്ല, ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഈ 3 മസാല വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഞ്ചിയും ചുവന്നമുളകും വെളുത്തുള്ളിയും പെരുംജീരകവും ചതക്കണം കേട്ടോ. ആ കറീൻ്റെ രുചി അതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇതിൽ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതാ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്ത്. ഇപ്പോൾ രാത്രിക്കൊക്കെ ഇതാണ് കേട്ടോ. ചപ്പാത്തിയുമാണ്. ഇപ്പോൾ നന്നായിട്ട് ഇത് ഒന്ന് മൂടി വെക്കണം. ഇനി വെള്ളം ഒഴിക്കരുത്. ഇപ്പം വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴല്ല. ഇതിലത്തെ വെള്ളം ഒന്ന് ഇറങ്ങിയിട്ട് ആ മസാല ഒന്ന് ചിക്കനിൽ പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ രാവിലത്തെ പുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം ഉപ്മാവ് ഉണ്ടാക്കി തരാൻ എന്നിട്ട് ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇട്ട് അതിൽ ഞാൻ കടുകും ചുവന്നമുളകും കരിവേപ്പും പൊട്ടിച്ച് ഇതിലേക്ക് നമ്മൾ രാവിലത്തെ പുട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുമായി കറിയിൽ നിന്ന് ഇപ്പോൾ നല്ല വെള്ളം ഇറങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളമല്ല ഒഴിച്ച് കൊടുക്കേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കണം. കറിയിലേക്ക് ചൂട് വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ, തിളച്ച വെള്ളം. അത് ഏത് കറി ആയിക്കോട്ടെ, തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ച് നോക്കുക. അതിൻ്റെതായ രുചി ഉണ്ടാവും കേട്ടോ. കുറച്ച് വെള്ളം വെക്കുന്നുള്ളൂ, കുറച്ച് കറി മതി. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട്. അതൊന്ന് തിളച്ചതിന് ശേഷം ആക്കാം. ഉപ്മാവ് കണ്ട ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് തേങ്ങ വേണ്ടീന്. അപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ വേഗം തേങ്ങ ചിരകിത്തരാനായിട്ട് ഉമ്മ ചരിയാണ്. ഉമ്മ എല്ലാ പണിയും എടുക്കും കേട്ടോ. ഉമ്മയാണ് ചോറും കറിയെല്ലാം വെക്കൽ. ഞങ്ങൾ എന്തെങ്കിലും നമുക്ക് നമുക്ക് തിരക്കാണെങ്കിൽ ആ ചോറും കറീൻ്റെ കാര്യമൊന്നും നോക്കണ്ട, അതന്നെ ഉമ്മ വെക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇപ്പോഴാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചിക്കൻ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതിന് വലിയതാക്കിയത് ചെറുതിനൊന്ന് കഴുകി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ചിക്കനിൽ ഞാൻ അതേപോലെ ചുവന്നമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കരിവേപ്പിൻ്റെ ഇല, പച്ചമുളക് എല്ലാം ചതച്ചതാണ്. പയ്യോളി ചിക്കനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പൊരിച്ചിട്ട് ആ ഒരു മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിൽ തന്നെ കുറച്ച് തേങ്ങ നമ്മൾ നന്നായിട്ട് ഈ മസാലേൻ്റെ ബാക്കി മസാലയ്ക്ക് നോക്കണം. എന്നിട്ട് അതും കൂടി ലാസ്റ്റ് മുരിച്ചിട്ട് വേണം ചിക്കന് പുരട്ടിയെടുക്കാൻ കേട്ടോ. അതാണ് ഇത് കേട്ടോ. തേങ്ങ ഇട്ടിട്ട് പുരട്ടി വെച്ചതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വെന്തതിന് ശേഷം മാത്രം തേങ്ങ മുരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ രാത്രിക്കത്തെ ഫുഡ് നമ്മൾ ഇങ്ങനെയല്ല ഉണ്ടാക്കൽ. അപ്പോൾ ഇത് ചപ്പാത്തിയാണ് കേട്ടോ. രാത്രി നല്ല ടേസ്റ്റാണ് ആ ചിക്കന്. അങ്ങനെ മോള് ചപ്പാത്തിയും പുരട്ടിയതാ. ചിക്കനെല്ലാം ആയിട്ടോ. നമ്മളിത് ഓരോന്ന് എടുത്തിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇതിലത്തെ മസാല വേണ്ട കേട്ടോ. വേറെ മസാല നമ്മളൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. ചപ്പാത്തിയും ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്ലീസ് ഇതൊന്ന് ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് വീണ്ടും വീഡിയോ ഇടാൻ തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. എന്തിനാണ് ഈ പിസ്കത്തനം ചെയ്യുന്നത്? ഒരു ലൈക്ക് അടിച്ചുകൂടെ? അപ്പോൾ നമ്മളെ ചപ്പാത്തി ഇവിടെ റെഡിയായി.
നമ്മൾ ആ തേങ്ങ കണ്ട ഇതേപോലെ മൊരിയിച്ചിട്ട് വേണം നമ്മളെ ചിക്കൻ അതിലിട്ടിട്ട് പെരിയെടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊണ്ടിരുന്നാൽ അടിപൊളി പയ്യോളി ചിക്കൻ റെഡിയായിട്ടോ. അപ്പോൾ ഞാനിതുവരെ കുട്ടികൾക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പനിയും കാര്യങ്ങളെല്ലാം ആയിരുന്നു. അപ്പോൾ മോൾ തന്നെയാണ് എല്ലാം ഉണ്ടാക്കലും, മോളും ഉമ്മയും. ഇപ്പോഴാണ് ഞാൻ അടുക്കളയ്ക്ക് ഇറങ്ങൽ തുടങ്ങിയത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉള്ള സമയം നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ ഒറ്റ ചപ്പാത്തിയാണ് എനിക്ക് രാത്രി ഫുഡ്. ഞാൻ അവളോട് പറയും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഒന്ന് തിന്നമ്മാന്ന്. അങ്ങനെ അതാ ചപ്പാത്തിയിലേക്ക് കറി എടുത്ത് അങ്ങനെ ചപ്പാത്തി കഴിക്കൽ തുടങ്ങി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അതേപോലെ കമൻറ്റ് ചെയ്യുക. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചിക്കനും ചപ്പാത്തിയും. എനിക്കിപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ. ഈ അസുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഒന്നൊന്ന് എന്താ പറയുക, ഒന്ന് കുറച്ച് നേരം ഒരു ജോലി ചെയ്യുമ്പോഴത്തേക്ക് എടുക്കണം എന്നൊരു തോന്നലാണ്. പിന്നെ ചെക്കപ്പും കാര്യമെല്ലാം കഴിഞ്ഞപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എന്ത് പറ്റിയെന്നറിയില്ല. അപ്പോൾ രാത്രി എനിക്ക് ഫുഡ് ഇഷ്ടമല്ല. രാത്രി ആണെങ്കിലും രാവിലെ ആണെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. എനിക്ക് ആകെ കഴിക്കുന്നത് ഞാൻ ഉച്ചക്കാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.